ഓണക്കാലത്ത് നാടെങ്ങും പൂക്കളങ്ങളും ഒരുങ്ങുമ്പോൾ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ഓർമ്മകൾ തീർത്ത് ഒരു ജമന്തിത്തോട്ടമാണ്. 9 വർഷം മുമ്പ് വാഹനാപകടത്തിൽ നഷ്ടമായ മകൾ കോകിലയുടെ ഓർമ്മയ്ക്ക് അമ്മ ശൈലജ ഒരുക്കിയത് ജമന്തിപ്പൂക്കളുടെ മനോഹരമായ ഒരു തോട്ടമാണ്. മകളുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മ വിരിയിച്ചെടുത്തത് ഒരു പൂന്തോട്ടം മാത്രമല്ല, വേദനയെ നാടിൻ്റെ നന്മയായി മാറ്റിയൊരു സ്നേഹസ്മാരകം കൂടിയാണ്. 2016 സെപ്റ്റംബർ 13 കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർമാരിൽ ഒരാളായ കോകില എസ് കുമാറും അച്ഛൻ സുനിൽകുമാറും വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. തുടർന്ന് BJP പിന്തുണയിൽ കോകിലയുടെ അമ്മ ശൈലജ തേവള്ളി ഡിവിഷന്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. മകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച അമ്മയെ വാർഡിലെ ജനങ്ങൾ ചേർത്തുപിടിച്ചു. ഇപ്പോഴിതാ മകളുടെ ഓർമ്മകൾക്ക് മറ്റൊരു മുഖം. ഓണപ്പൂക്കളങ്ങൾക്കായി ഇത്തവണ കോകില ജനസേവ കൂട്ടായ്മ ഒരുക്കിയത് ഒരു പൂന്തോട്ടം. പ്രദേശത്തെ കാടുമൂടിയ സ്ഥലം വൃത്തിയാക്കി ജമന്തി തൈകൾ നട്ടു. അങ്ങനെ മകളുടെ ഓർമ്മകൾ ഓരോ പൂക്കളിലൂടെയും വീണ്ടും വിരിയുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ട് മറ്റൊരാളും കൂടെ ചെയ്യാൻ അവർക്ക് ഇന്നത്തെ തലമുറ അറിയാം, കൊച്ചുപിള്ള ജനറേഷനാണ്. അപ്പോൾ അവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഒരു മനസ്സിൽ നമ്മുടെ കോകിലയുടെ പേരിലൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷനിലെ മേയറെടുത്ത് സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹം നമ്മൾ പൂക്കൃഷി ചെയ്യുന്നതിന് എല്ലാ സപ്പോർട്ടും തന്നു. ഈ ഓണക്കാലം കഴിഞ്ഞാലും പൂക്കളുടെ ഭംഗി ഇവിടെ അവസാനിക്കില്ല. ജമന്തിപ്പൂക്കൾക്കൊപ്പം ഇനി പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുക്കാനാണ് ശൈലജയുടെ തീരുമാനം. മകൾക്ക് സമർപ്പിച്ച ഈ ജമന്തിത്തോട്ടം ഒരമ്മയുടെ സ്നേഹത്തിന്റെ മാത്രമല്ല, ഓർമ്മകൾ എങ്ങനെ നന്മയായി മാറുമെന്നതിന്റെ അടയാളം കൂടിയാണ്. അമൃത ന്യൂസ്, കൊല്ലം.